നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാത്തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. KSRTC സ്വിഫ്റ്റിൽ 1117 ഡ്രൈവർ കം കണ്ടക്ടർ ഒഴിവുകൾ. 10ാം ക്ലാസ് യോഗ്യത. ഓഗസ്റ്റ് 3 വരെ അപേക്ഷിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരം വന്നിരിക്കുന്നു. KSRTC സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് 1117 ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന വിവരങ്ങൾ നോക്കാം. തസ്തിക ഡ്രൈവർ കം കണ്ടക്ടർ. ഒഴിവുകൾ ആകെ 1117. നിയമന രീതി കരാർ നിയമനം. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. സാധുവായ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 30-ൽ കൂടുതൽ സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഓടിച്ച് കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് വഴി കണ്ടക്ടർ ലൈസൻസ് നേടണം. വാഹനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവും ചെറിയ തകരാറുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുവാനുള്ള അടിസ്ഥാന അറിവും അഭികാമ്യമാണ്. മലയാളവും ഇംഗ്ലീഷും വായിക്കാനും എഴുതുവാനും അറിഞ്ഞിരിക്കണം. പ്രായപരിധി. അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയിലെ കണക്കുപ്രകാരം 25 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപ. അധികമായി ജോലി ചെയ്യുന്ന ഓരോ മണിക്കൂറിനും 130 രൂപ അലവൻസായി ലഭിക്കും. തിരഞ്ഞെടുപ്പ് രീതി. ഉദ്യോഗാർത്ഥികളെ താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് തിരഞ്ഞെടുക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ്, ഇന്റർവ്യൂ. അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ: വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ, പ്രായം തെളിയിക്കുന്ന രേഖ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഹാജരാക്കേണ്ട രേഖകൾ: 30,000 രൂപയുടെ റീഫണ്ടബിൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും KSRTC സ്വിഫ്റ്റ് എന്ന പേരിൽ. സ്വന്തം താമസ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC. മുൻഗണന. KSRTCയിൽ 5 വർഷമോ അതിലധികമോ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം. അപേക്ഷ CMD കേരളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. മറ്റ് മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകിട്ട് 5 മണി വരെ. ഡ്രൈവിംഗ് മേഖലയിൽ പരിചയമുള്ളവർക്ക് സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടുവാനുള്ള മികച്ച അവസരമാണിത്. താൽപ്പര്യമുള്ളവർ അവസാന തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുവാൻ മറക്കരുത്. ഈ തൊഴിൽ വാർത്ത ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യൂ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾക്കായി സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.